ജിബിൻ, നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി, അതായത് സിനിമ പോലും ഒരു ഘട്ടത്തിൽ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല ആളുകൾക്കും അദ്ദേഹം സഹായം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നില്ല. ഈ രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ തയ്യാറാകാതെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വിമാനം കയറിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇവിടെ ഇതാ ചോദ്യം ചെയ്യപ്പെടുന്നു. ഭദ്ര, നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ളൊരു പ്രതികരണവും ഒരു ട്വീറ്റ് പോലും നിലവിൽ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം ഈ അവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും ഒക്കെ തന്നെ കൃത്യമായും തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗങ്ങളൊക്കെ തന്നെ ഇന്ന് ആ വേദിയിൽ നടത്തിയത്. അങ്ങനെ കൃത്യമായും തന്നെ ആ നിലകളിൽ ഒരു പ്രതികരണം നടത്തിയ ആള് ഇത്തരത്തിലൊരു ദുരന്തം വന്നപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും ഇല്ലാതെ മൗനിയായി, തീർത്തും മൗനിയായി തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നടപടി എടുത്തിരിക്കുന്നു. വിജയ്ക്കെതിരെ കേസെടുക്കും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജയ്ക്കെതിരെ കേസെടുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ആ വിഷയത്തിലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ നടൻ വിജയ്ക്കെതിരെ തമിഴ് വെട്ടിക്കഴകത്തിൻ്റെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ നടനുമായ വിജയ്ക്കെതിരെ ഇപ്പോൾ കേസെടുക്കുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ നിലയിൽ കൃത്യമായൊരു നടപടിയിലേക്ക് ഇപ്പോൾ അവിടുത്തെ സർക്കാർ സംവിധാനവും പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ ഒരു വിഷയം അന്വേഷിക്കുന്നതിനായി വെച്ചിരിക്കുന്നു.